ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചോറിനൊക്കെ പെട്ടെന്ന് തന്നെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പി കേട്ടോ. നമ്മുടെ മാങ്ങയും മുരിങ്ങാക്കോലും അതേപോലെ തന്നെ നമ്മുടെ ചെറിയ ചെമ്മീൻ ഉണ്ടല്ലോ, ഉണക്ക ചെമ്മീൻ, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ കറി ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ കറി റെഡിയാക്കി എടുക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല കേട്ടോ. നമ്മുടെ മാങ്ങയും അതേപോലെ തന്നെ മുരിങ്ങാക്കോലും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതല്ലേ, അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കറിയും കൂടി കേട്ടോ. തേങ്ങയൊക്കെ അരച്ച് ആ ചെമ്മീൻ്റെ മണവും അതേപോലെ തന്നെ മാങ്ങയുടെ ആ ഒരു ടേസ്റ്റും കൂടിയൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി തന്നെയാണ്. എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. നമുക്ക് പോട്ട് തന്നെ സമയം കളയാതെ എങ്ങനെയാണ് നമ്മുടെ അടിപൊളി കറി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ടി ഞാനിവിടെ ചെമ്മീനായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു കപ്പ് 250 ml കപ്പിന് ഒരു കപ്പ്, കുത്തി നിറച്ചതൊന്നുമല്ല, സാധാരണ നമ്മൾ എടുക്കുമ്പോൾ ഒരു വടിച്ചൊരു കപ്പ് ഉണ്ടാവുമല്ലോ, അത്രയാണ് എടുത്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ പാക്കറ്റിലൊക്കെ ചെമ്മീൻ കിട്ടുമല്ലോ, അതാണെങ്കിലും മതിയാവും. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്തതാണ്. നമ്മൾ ചൂടാക്കിയെടുത്ത് ചെമ്മീൻ കയ്യിലെടുത്ത് ഒന്ന് ഒടിച്ചു നോക്കുമ്പോൾ അതായി ഇതേപോലെ രണ്ടായിട്ട് പെട്ടെന്ന് ഒടിഞ്ഞ് കിട്ടണം. അതാണ് കറക്റ്റ് നമ്മുടെ ചെമ്മീന് ചൂട് കയറിയ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മളിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ തലയും വാലും ഒക്കെ ഇടല്ലോ, അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നെങ്കിൽ ഇതേപോലെ കയ്യിൽ ഇതേപോലെ തലയും വാലും പതുക്കെ ഒന്ന് ഒടിച്ചെടുത്താൽ മതിയാവും. നന്നായിട്ട് ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒടിഞ്ഞു വന്നോളും. അപ്പോൾ നന്നായിട്ടൊന്ന് ഒടിച്ചെടുത്ത് നമുക്ക് ശരിക്കും ഒന്ന് കഴുകി ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തലയും വാലും ഒക്കെ കളഞ്ഞ ചെമ്മീൻ ഒന്ന് കഴുകി അതിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കളഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ഏത് ചട്ടിയിലാണോ കറി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ ചെമ്മീൻ അങ്ങ് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഇതേപോലൊരു മൺചട്ടിയിലാട്ടോ കറി ഉണ്ടാക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഏതിനകത്താണോ ആ പാത്രത്തിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ അങ്ങ് മാറ്റി കൊടുക്കുവാണ്. അപ്പോൾ ഇപ്പം മൺചട്ടി ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല, ഗ്യാസിലേക്ക് വെറുതെ വെച്ചിട്ടേ ഉള്ളൂ, തീ ഒന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഈ ചെമ്മീനിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ മാങ്ങയും അതേപോലെ തന്നെ മുരിങ്ങാക്കോലും തേങ്ങാരപ്പും ഒക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട്. ഉണ്ടോ, അത്യാവശ്യം ഇത്രയും തന്നെ വെള്ളം വേണം നമ്മൾ ഒഴിച്ച് കൊടുക്കാനായിട്ട്. എരിവിന് വേണ്ടി ഒരു 3 പച്ചമുളകും അതേപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എടുക്കുമ്പോൾ അതിൻ്റെ എരിവൊന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. മുളക് പൊടിയായിട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മുളക് പൊടി മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വേണം പച്ചമുളക് ചേർക്കാൻ. ഇനി ഇതിനകത്തേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളായിട്ട് മുളക് പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. മുളക് പൊടി കാശ്മീരിയും അതേപോലെ തന്നെ എരിവുള്ള മുളക് പൊടി മിക്സ് ചെയ്തതാട്ടോ. നമ്മുടെ ഈ കറിക്ക് ഒരുപാട് എരിവൊന്നും മുന്നിട്ട് നിൽക്കരുത് കേട്ടോ. മാങ്ങയുടെ പുളിയും അതേപോലെ തന്നെ ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് ശരിക്കും മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ മുളക് പൊടി അതനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ തീ കത്തിച്ച് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് തിളയ്ക്കണം. എന്നാലാണ് ആ ചെമ്മീൻ നന്നായിട്ടൊന്ന് വെന്ത് വരുള്ളൂ. അപ്പോൾ ചെമ്മീൻ അവിടെ നിന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ മാങ്ങയും മുരിങ്ങക്കോലും അതേപോലെ തന്നെ തേങ്ങ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അത് അത്യാവശ്യം വലിപ്പമുള്ള നല്ല പുളിയുള്ള ഒരു 2 മാങ്ങയായിട്ടോ ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുക. തീരെ അങ്ങ് കനം കുറച്ച് ചെറിയ കഷ്ണമാക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിളച്ച് വരുമ്പോൾ ആകെയും കലങ്ങിപ്പോവും. ഈ ഒരു വലുപ്പത്തിലും ഈ ഒരു കനത്തിലും വേണം ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഒരു 2 വലുപ്പമുള്ള മുരിങ്ങക്കോലും ഇതേപോലെ ഇത്രയും നീളത്തിൽ തൊലി കളഞ്ഞ് നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു തേങ്ങ അരപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. തേങ്ങ അരപ്പിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുറി തേങ്ങയാണ് ഞാനിവിടെ ചിരകിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ തീരെ വെള്ളം കുറച്ചും വേണ്ട, ഒരുപാട് വെള്ളം വേണ്ട. നമ്മുടെ തേങ്ങയുടെ ഒപ്പത്തിന് വെള്ളം നിർത്തി നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്.
അപ്പോൾ ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തന്നെ തിള വന്നതിന് ശേഷം കുറച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടി ഞാനൊന്ന് തിളപ്പിച്ചെടുത്താൽ കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുരിങ്ങാക്കോലാണ്. അപ്പോൾ മാങ്ങയും മുരിങ്ങാക്കോലും ഒരുമിച്ച് ചേർക്കരുത് കേട്ടോ. ചില മാങ്ങയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കലങ്ങിപ്പോവും. അതുകൊണ്ട് മുരിങ്ങാക്കോൽ വേണം ആദ്യം ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു 2-3 തിള നന്നായിട്ട് വരുമ്പോൾ തന്നെ മുരിങ്ങാക്കോൽ പതുക്കെ ഒന്ന് വാടി വരും. അത്രയും മതിയാവും. ഒരുപാടങ്ങ് വെന്ത് കുഴയാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഒന്ന് പതുക്കെ ഒന്ന് ഞെങ്ങുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. പല മാങ്ങയ്ക്കും പല വേവാണ്. ചില മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 തിളയങ്ങ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് വെന്ത് വരും. പക്ഷേ ചിലതാണെന്നുണ്ടെങ്കിൽ അത്ര നന്നായിട്ട് അങ്ങ് വെന്ത് വരില്ല. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം മാങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ മാങ്ങയാണെങ്കിലും പതുക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ മുരിങ്ങാക്കോലാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പും കൂടി ഒന്ന് ചേർത്ത് തിളപ്പിച്ച് കഴിയുമ്പോൾ എല്ലാം പാകത്തിനായിട്ട് വന്നോളും. അങ്ങനെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഏകദേശം 1 കപ്പ് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഈ അരപ്പിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ, നമ്മുടെ കറിയിലേക്ക്. എന്നാൽ മാത്രമാണ് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ കറിയുടെ ഗ്രേവി പാകത്തിനായിട്ട് വരുള്ളൂ. തേങ്ങ അരപ്പായതുകൊണ്ട് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വെള്ളം മുന്നിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ഗ്രേവി ഒട്ടും ഉണ്ടാവില്ല, ആകെ അങ്ങ് കുറുക്ക് പരുവത്തിലായിപ്പോവും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് മുന്നിൽ നിർത്തിയിട്ട് വേണം ഈ സമയം നമ്മളൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ തേങ്ങാരപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ശരിക്കും ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രയും വേണം നമ്മുടെ കറിയുടെ ഗ്രേവി എന്ന് പറയുന്നത്. ഒരുപാടങ്ങ് കുറഞ്ഞും പോകാൻ പാടില്ല, എന്നാൽ ഒരുപാടങ്ങ് കൂടിയും പോകാൻ പാടില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള പരുവത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, കടുക് താളിച്ച് ചേർത്താൽ മാത്രം മതിയാവും നമ്മുടെ ഈ കറിയിലേക്ക്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ കടുകൊന്ന് തളിച്ച് ചേർക്കാനാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് തളിക്കാൻ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ചേർക്കാനായിട്ട്. വേറെ വെജിറ്റബിൾ ഓയിലോ അതേപോലെ തന്നെ മറ്റു ഓയിലോ ഒന്നും ചേർക്കരുത്, വെളിച്ചെണ്ണ തന്നെ ചേർക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ എടുത്ത് ഉലുവയും അതേപോലെ തന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ എടുത്ത് കടുകും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെയും ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. കൂടെ തന്നെ ഒരു 2-3 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും വറ്റൻമുളകും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് പച്ചമണം മാറി ശരിക്കും ഒന്ന് മൂത്ത് വരണം. കണ്ടോ, നന്നായിട്ടൊന്ന് മൂത്ത്, എന്നാൽ ഒരുപാടങ്ങ് കരിഞ്ഞ് ശരിക്കും ഒന്ന് ഉണങ്ങിയൊന്നും പോയിട്ടുള്ള കറക്റ്റ് പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 1/2 ടീസ്പൂൺ അടുത്തേക്ക് മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതേപോലെ കടുക് താളിക്കുമ്പോൾ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതേപോലെ തന്നെ പ്രത്യേക മണവും ഉണ്ടാവും കേട്ടോ. ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഗ്യാസ് ഓണാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതേപോലെ മുളക് പൊടി ചേർത്ത് നമ്മുടെ താളിപ്പ് ഈ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. കണ്ടോ, അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ താളിപ്പിൻ്റെ ആ മണമൊക്കെ ആ കറിയിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇറങ്ങി ചെല്ലുള്ളൂ. അപ്പോൾ അതവിടെ ഇരുന്ന് ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കി എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ അടുക്കളയിൽ. ആ ചെമ്മീൻ്റെയും അതേപോലെ തന്നെ മാങ്ങയുടെയും ഒരു തേങ്ങാരപ്പൊക്കെ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക മണം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കടുകും കൂടി തളിക്കുമ്പോൾ പറയുകയും വേണ്ടല്ലോ, സൂപ്പർ കറിയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ഗ്രേവിയൊക്കെ ആണെങ്കിലും പാകത്തിനാണ്. ഇതൊന്നും കൂടി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും നമ്മുടെ ഈ തേങ്ങ അരപ്പ്. അപ്പോൾ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവരും മിസ് ചെയ്യാതെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുക. ഇതിൻ്റെ കൂടെ ഒരു തോരനോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കണേ. ഇത് മാത്രമല്ല, നമ്മുടെ ചാനലിൽ വേറെയും കറി റെസിപ്പീസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. കൂടെ തന്നെ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൊണ്ട് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുതേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.